2007-ൽ, പിന്നീട് 2010-ൽ, പിന്നീട് 2015-ൽ തുടർച്ചയായ തീപിടുത്തങ്ങൾ മിഠായി തെരുവിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 2007-ലെ തീപിടുത്തം അതിഭീകരമായ നഷ്ടങ്ങളാണ് വന്നത്. അന്നൊക്കെ തന്നെ കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തം വന്നാൽ എങ്ങനെ തടയണമെന്നത് സംബന്ധിച്ചുള്ള മാർഗരേഖ ഉണ്ടാകുകയും ഫയർഫോഴ്സ് സംഘങ്ങൾ നിരവധി തവണ പഠനം നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോഴിതാ പുതിയ ബസ് സ്റ്റാൻഡിലും ഇതേ അവസ്ഥ തന്നെ വരുന്നു. ഫയർഫോഴ്സ് സംഘത്തിന് കയറാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണം, അതെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ടുള്ളവ. ഈ തീപിടുത്തം വന്നിട്ടും കോഴിക്കോട് നഗരസഭ ഇത് പഠിച്ചിട്ടില്ലേ? ഇപ്പോഴും ഇതാ വീണ്ടും തീ വരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായമില്ലാതെ, എങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. മാർഷൽ ഈ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടം അധികാരികൾ ഒന്നും പഠിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ കച്ചവടക്കാരും എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ മിഠായി തെരുവിലുണ്ടായ അപകടം, അതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് മിഠായി തെരുവിൽ അടുക്കടുക്കായുള്ള വ്യാപാര കേന്ദ്രങ്ങൾ, അതായത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് നടവഴിയും തുറസായ ഇടാനുള്ള സ്ഥലങ്ങളും സേഫ്റ്റിക്ക് വേണ്ടി ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ മാറ്റിവെച്ച സ്ഥലങ്ങൾ ഉൾപ്പെടെ കച്ചവട വ്യാപാര കേന്ദ്രങ്ങളാക്കി മാറ്റിയതായിരുന്നു. അവിടെ വലിയ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അന്ന് അവിടെയുള്ള മിഠായി തെരുവിലുള്ള കടകൾ പൂർണ്ണമായും പരിശോധിക്കുകയും സുരക്ഷാ പരിശോധന നടത്തുകയും കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് പൂർവ്വപടിയിലാവുന്ന സാഹചര്യം കണ്ടു. സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ മുകളിലുള്ള കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലുള്ള ഭാഗം, അവിടെ ഈ വെയിലും മഴയൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി, ആളുകൾക്ക് കാത്തിരിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടറായിട്ട് മുന്നോട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ മുകളിലാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഈ തകര ഷീറ്റ് വെച്ചുകൊണ്ട് ഒരു മേൽക്കൂരയുണ്ടാക്കി അതിനകത്ത് വലിയ ഗോഡൗൺ ആയി പ്രവർത്തിച്ചു എന്നുള്ളത് ഇത് കോർപ്പറേഷൻ്റെ അറിവോടുകൂടി അല്ലാതെ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇനി അറിയേണ്ടത് ഇതിന് നികുതി വാങ്ങിയിരുന്നോ എന്നുള്ള കാര്യം, വാടക വാങ്ങിയിരുന്നോ എന്നുള്ള കാര്യമൊക്കെ കോർപ്പറേഷൻ അധികൃതരിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നും ഇനി നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം, വ്യാപാരികളിൽ നിന്നും കോർപ്പറേഷനിലെ ചില ജീവനക്കാരിൽ ലഭിച്ച വിവരം, ഇതിന് വാടക നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോർപ്പറേഷൻ ഈ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ ഈ മേൽക്കൂരക്കും ഈ ഗോഡൗണിനും വാടക വാങ്ങുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായ കാര്യം. അതായത് അവർക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ നിലയിൽ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചതെന്നുള്ളതാണ്. ഇന്നലെ ഈ അപകടം ഈ വലിയ തോതിൽ മണിക്കൂറുകളും 5-6 മണിക്കൂറും എടുത്തിട്ടും അഗ്നി ശമിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ ഈ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഈ ഇന്നലെ അഗ്നിബാധ ഉണ്ടായ സ്ഥലം മാത്രമല്ല, സമീപ പ്രദേശത്തുള്ള പല കെട്ടിടങ്ങളുടെയും ഇപ്പോഴത്തെയും അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നതും സങ്കടകരമായ കാര്യം. അതാണ് അല്പസമയം മുമ്പ് കോർപ്പറേഷൻ മേയർ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവരൊരു തരത്തിൽ നിസ്സഹായമായ രീതിയിലൊരു പ്രതികരണമാണ്. കാര്യങ്ങൾ പലയിടങ്ങളിലും ഇത്തരം സാഹചര്യങ്ങളുണ്ട്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പക്ഷേ ചെയ്യാറില്ല, ഒന്നും നടക്കാറില്ല എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് ഇതിൻ്റെ കോർപ്പറേഷൻ്റെ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് ഇങ്ങനെ കൈമലർത്തേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ അറിവോടുകൂടിയാണ് ഈ തരത്തിലുള്ള നിയമലംഘനം, നഗ്നമായ നിയമലംഘനങ്ങൾ, മനുഷ്യരുടെ ജീവനെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ അതിദയനീയമായ സാഹചര്യമാണ്. ഇന്നലെ ഈ രീതിയിൽ വലിയ തോതിലുള്ള നാശനഷ്ടം, കോടികൾ നാശനഷ്ടത്തിലേക്ക് നയിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരികയായിരുന്നു. അഗ്നി തീ വിഴുങ്ങുന്നത്, കെട്ടിടം മുഴുവൻ വിഴുങ്ങുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന, നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, അതിനകത്ത് ഏതെങ്കിലും മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നമുക്കറിയാം 2007-ൽ ഈ മിഠായി തെരുവിൽ സംഭവിച്ച 8 ജീവനാണ് അവിടെ പൊലിഞ്ഞത്. അവിടെ പടക്കശാലക്ക്, ഒരു വ്യാപാര കേന്ദ്രത്തിനകത്ത് പടക്കശാലക്ക് നമ്മുടെ സംവിധാനങ്ങൾ അനുമതി കൊടുത്ത് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യജീവിതം അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ, കോടികളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും നഗ്നമായ നിയമലംഘനങ്ങൾ നമ്മുടെ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്നു. ശരിയാണ് ഷഹീദ്, പല തവണ അപകടങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ചിട്ടില്ല. അതിപ്പോൾ കോഴിക്കോടെന്നല്ല, നമ്മുടെ മറ്റ് പല നഗരങ്ങളിലും സമാനമായ നിലയിൽ ഈ അനുമതിക്ക് അപ്പുറത്തേക്ക് കെട്ടിടങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്നു, മറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വലിയ തോതിൽ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്.